പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകൾ, വിജയകുമാറിൻ്റെ പ്രായമല്ല, മുഖം വെച്ച കാള ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്നു. ആ കാലത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രചാരണം നല്ല ഒന്നാന്തരം കാളവണ്ടിയിലായിരുന്നു. ഇപ്പോഴിപ്പോൾ വോട്ട് വണ്ടികൾ തരാതരം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തെല്ലാം രീതിയിലുള്ള വണ്ടികളാണ് വരുന്നത്. കേന്ദ്ര സർക്കാർ ഇത്തവണ ഇറക്കുന്നത് വീഡിയോ വാനുകളാണ്. ദേശീയ തലത്തിൽ തന്നെ NDAയുടെ പ്രധാന പ്രചാരണ രീതിയാണ് വീഡിയോ വാനുകൾ. മണ്ഡലങ്ങളിലെ പ്രധാന കവലകളിൽ 20 മുതൽ 30 മിനിറ്റ് വരെ ബിഗ് സ്ക്രീനിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും. കണ്ടോളൂ. അതെ അതെ. LED സ്ക്രീൻ പിടിപ്പിച്ച പിക്കപ്പ് വാൻ, സ്ക്രീനിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികളുടെ ലഘു വീഡിയോകൾ ശബ്ദത്തിന്റെ അകമ്പടിയോടെ. വാഹനത്തിൽ നരേന്ദ്രമോദിയുടെ ചിത്രം പതിപ്പിച്ചൊരൊറ്റ വാചകം, ഒരിക്കൽ കൂടി മോദി സർക്കാർ. തെരഞ്ഞെടുപ്പ് കാലത്തു മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും മോദി സന്ദേശം എത്തിക്കുക ദൗത്യം. ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന നിരവധി പദ്ധതികൾ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും എത്തിയിട്ടില്ല. ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വീഡിയോ വാൻ ആരതി ഒഴിഞ്ഞ് തേങ്ങ ഉടച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത് ജില്ലാ പ്രസിഡന്റ്. ചില്ലറ വണ്ടിയല്ല ഹേ ഇത്. വികസിത ഭാരത സങ്കല്പത്തിനായി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ മോദിജിക്ക് നേരിട്ട് അയക്കാനുള്ള സംവിധാനവും വണ്ടിയിലുണ്ട്. അടുത്ത ഗവൺമെന്റ് ഏതൊക്കെ തരത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുള്ള അവരുടെ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ അതിനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിലേക്ക് എഴുതിയിട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ടീം ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രകടന പത്രിക സംസ്ഥാന തലത്തിലും പാർലമെന്റ് മണ്ഡലം തലത്തിലും ദേശീയ തലത്തിലും രൂപം കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തും. ഈ നഗരവീഥികളെ പരവതാനിയാക്കി ഗ്രാമഗ്രാമാന്തരങ്ങളെ പുളകച്ചാർത്തടിയിച്ചതാ കടന്നു വരുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കായി 40 വീഡിയോ വാനുകൾ കേരളത്തിലെത്തും. അപ്പോ ഇത് കേരളത്തിൽ നിന്നല്ലേ? അല്ല, കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടുള്ള വരവാണ്. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി? ടെൻഡർ വഴിയാണ് പ്രോജക്റ്റ് പിടിക്കുന്നത്. കേരളത്തിലുള്ള വണ്ടികളെല്ലാം കോയമ്പത്തൂർ നിന്നെത്തിയതാണ്. കോയമ്പത്തൂർ തുടിയാളൂർ സ്വദേശി അൻവറാണ് ദാ ഈ മോദി വണ്ടിയുടെ സാരഥി. கோயம்புத்தூர் வண்டி 4 வண்டி, மொத்தம் 8 வண்டி. ஒரு வண்டி திருச்சூர், ஒரு வண்டி கள்ளக்காடு, ஒரு வண்டி பாலக்காடு, ஒரு வண்டி திருவனந்தபுரம். கான்ட்ராக்டர் வண்டி 2 மாதம் ஃபுல்லாக ரவுண்டிங் தான். ரூட்டு தெரியாது. கூட ஒரு ஆள் அமுச்சு விட்டார். இதேமாதிரி அப்புறம் அமுச்சு விட்டாருன்னா பெஸ்ட்டாக இருக்கும். எனக்கு இல்லைன்னா கொஞ்சம் கஷ்டமாக இருக்கும். அவ்வளோ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നേരം ഒരു കവലയിൽ പ്രദർശനം. അങ്ങനെ ദിവസേന 20 കവലകൾ വരെ കവർ ചെയ്യും. ആരതി ഒഴിഞ്ഞ് തേങ്ങ ഉടച്ചു വിട്ടതിന് ഫലമുണ്ടാകാതെ പിന്നെ. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. 24 തിരുവനന്തപുരം. നമ്മുടെ പ്രേക്ഷകയെ ഒരു ആശയുണ്ട്. സിംഗപ്പൂരിൽ നിങ്ങൾ രണ്ടുപേരും നിന്ന് മടുക്കില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നേ മടുക്കണ്ടല്ലേ? അല്ലേ? അല്ല, നമ്മളെ ഇരുത്തുന്നതാണ് നമുക്ക് അത് ആരോഗ്യം. ഈ വിദഗ്ധർ പറയുന്നത് നിൽക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായി നടക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്, ഇരിക്കുന്നതിനെക്കാട്ടി നല്ലത്. അത് മാത്രമല്ല, എനിക്കൊന്ന് വിജയകുമാറിന് ഈ നിൽപ്പ് തുടങ്ങിയ ശേഷം കുറച്ചുകൂടെ ലീൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ആകപ്പാടെ കുറച്ച് അപകടമായിരുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മുടെ സ്റ്റണ്ട് തുടരുകയാണ്, ഇലക്ഷൻ സ്റ്റണ്ട്. വിജയകുമാർ, നമ്മളിനി എങ്ങോട്ട്? അതിനൊരു തമാശ, അതായത് സ്കാൻ വണ്ടി, ആ വണ്ടിയുടെ പുറത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ ആളുകൾ ഇടുന്ന സാധനം അടുത്ത സർക്കാരിന് വേണ്ടിയിട്ടുള്ള വലിയ സംഗതി എന്ന് വെച്ചാലേ അതിനകത്തും ആളുകൾ കൊണ്ട് എന്തെങ്കിലും ഇടും. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ ആരതി ഒഴിഞ്ഞ VV രാജേഷ് ശ്രദ്ധിച്ചു. മുഖത്ത് നല്ല ടെൻഷനുണ്ട്. കാരണം ഈ നമ്മുടെ NDA സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ആ പാവ മനുഷ്യന്റെ തലയ്ക്ക്. 2 കേന്ദ്രമന്ത്രിമാരെ പുള്ളിയുടെ ജില്ലയിലുണ്ട്. ഒന്ന് ആറ്റിങ്ങൽ V മുരളീധരനും ഉണ്ട്, ഇവിടെ രാജീവ് ചന്ദ്രശേഖറും ഉണ്ട്. 2 കേന്ദ്രമന്ത്രിമാരെ കൈകാര്യം ചെയ്യേണ്ട ജില്ലാ പ്രസിഡന്റ്. അതെ, കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റാതെ അല്ലേ കൊണ്ടുപോകേണ്ടത് VV രാജേഷ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അല്ലേ? നമുക്കതേ പറയാനുള്ളൂ.